വെൽക്കം ടു സ്റ്റെപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നാണ് ഞങ്ങളിന്ന് വിചാരിക്കുന്നത്. ഞാനും ഉണ്ട്, സോനാരയുണ്ട്. നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോക്ക് ഞാൻ വിചാരിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഗസ്റ്റിന് ഞാൻ കുറേ നാളായിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒത്തിരി പ്രാവശ്യം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ അവൾ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വട്ടം പോലും അവൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ കരുതി നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ അവരുടെ സ്പെഷ്യൽ ഉണ്ടാക്കുക, അതുമാതിരി തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണിയാണ്. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമെന്ന് വെച്ചു. അങ്ങനെ കുറേ സജഷൻ വന്നിട്ട് അതിന് മുമ്പ് കുറേ സജഷൻസ് വന്നു എന്തുണ്ടാക്കാം. അപ്പം നമ്മുടെ എന്താ പ്രത്യേകതയിലുള്ള നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നമ്മുടെ ട്രഡീഷണൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിരിക്കുമല്ലോ അവർ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കനും സവാളയൊക്കെ മുൻകൂട്ടി തന്നെ കഴുകി മരിഞ്ഞുമൊക്കെ വെച്ചിട്ടോ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് എല്ലാം ചതച്ച് വെച്ചു. പിന്നെ ഇന്നത്തെ നമ്മുടെ ഹെൽപ്പർ എന്ന് പറയുന്നത് സോനാരയാണ്. അപ്പോൾ സോനയും ഞാനും കൂടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് സോന കുക്ക് ചെയ്യാന്നുള്ള ലെവലിൽ അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. എന്തായാലും നമ്മൾ ബാക്കി കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട്. ബിരിയാണി എനിക്ക് ഫേവറേറ്റ് ആവാനായിട്ട് ഒരു കഥയുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നത്. അത് കുറേ പേർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ചിലപ്പോൾ മറന്നു പോയതായിരിക്കും, മുൻപ് എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വീഗാലാൻഡിൽ, അന്നത് വീഗാലാൻഡായിരുന്നു, വീഗാലാൻഡിൽ ടൂർ പോയപ്പോൾ അന്നത്തെ ലഞ്ച് ടൈമിൽ അവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരുന്നത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിസ്റ്റേഴ്സ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നത് എഗ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അന്ന് ഞാൻ ടേസ്റ്റ് ചെയ്താണ് ബിരിയാണി. അന്ന് തൊട്ട് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി. അപ്പോൾ നമ്മൾ ഇന്നത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്റ്റൈൽ ഫുഡൊക്കെ അവർക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ലെയറായിട്ട് ഇപ്പോൾ ചിക്കനും റൈസും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ദം ചെയ്യണം. എക്കത്തിനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് സോനയുടെ. സോന നല്ല അസലായിട്ട് ബിരിയാണി വയ്ക്കും. എനിക്ക് അത്ര നന്നായിട്ട് ബിരിയാണി വയ്ക്കാൻ അറിയില്ല. അത് ഓരോരുത്തർക്ക് ഓരോരോ ടേസ്റ്റിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. കുക്കിംഗ് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ പണിയാണിത്. എല്ലാം ചട്ടപ്പട്ടേ എന്ന് പറഞ്ഞ് വൃത്തിയാക്കുകയാണ്. അത് അപ്പം ക്ലീനാക്കി പോയാലും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മൾ എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് വെച്ചിരിക്കണം കേട്ടോ. അത് വേറെ ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫ്രണ്ട് എത്തി. ഇതാണ് അനീറ്റ. ഞങ്ങളുടെ കൊളീഗാണ് പ്ലസ് ഫ്രണ്ടും ആണ്. അനീറ്റ ഘാനയിൽ നിന്നാണ് ശരിക്കും വരുന്നത്. യു കെയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന പോലെ യു കെയിലേക്ക് വന്ന പോലെ തന്നെ അനീറ്റ ഘാനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ വളരെ ഹാപ്പിയാണ്, വളരെ പാവമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര പാവം കുട്ടിയാണ് അനീറ്റ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മുടെ വീടൊക്കെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കിച്ചൺ കണ്ടു. നമ്മുടെ ഡിഫറെൻറ്റ് സ്പൈസസും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൈസസും ഒക്കെ കണ്ട് ആകെ കണ്ണ് തള്ളിയിരിക്കുകയാണ് കേട്ടോ. അനീറ്റ പറഞ്ഞു അനീറ്റയ്ക്ക് ജസ്റ്റ് ഒരു കബോർഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ. ഇത് അനീറ്റ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന ലൈറ്റ് ആണെങ്കിൽ എനിക്ക് ആദ്യമായിട്ടോ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരാൾ ഗിഫ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് അനീറ്റയുടെ ഇതാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. ലൈറ്റ് ഫോണിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റാണ്. അനീറ്റയ്ക്ക് വന്നപ്പോൾ തന്നെ സോന തലേ ദിവസം പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എഗ് പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എഗ് പപ്സ് ഇവരൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ അനീറ്റയ്ക്ക് എഗ് പപ്സാണ് ഫസ്റ്റ് കഴിക്കാൻ കൊടുത്തത്. എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. യു കെയിലൊന്നും അങ്ങനെ എഗ് പപ്സ് നമുക്ക് കിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. എഗ് പപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെയൊന്നും കിട്ടില്ല. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് ഞങ്ങളോട് ഓരോ ഒപ്പീനിയൻ പറയും. Okay, so guys, I'm trying Indian food. അടുത്തത് ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കുന്നത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇതിപ്പോൾ ഞങ്ങൾ വെയിറ്റ് കയറ്റി വെച്ചിരിക്കുന്നതാണ്, എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെമ്പ് പൊട്ടിച്ചു. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അസാധ്യ കുക്കാണ് കേട്ടോ അനീറ്റയുടെ സ്റ്റൈലിലൊക്കെ ഓരോ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ വട്ടം തരുമ്പോഴും ഓരോ ഫുഡിനും സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ ബിരിയാണി കാണാൻ വേണ്ടി. എന്നിട്ട് എന്നോട് ചോദിക്കുകയായിരുന്നു ഇതെന്തിനാ ഇട്ടിരിക്കുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ലെങ്കിലും നമ്മൾ അറിയുന്ന രീതിക്ക് എല്ലാം അനീറ്റയ്ക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ. അവൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മളിങ്ങനെ ഈ
എന്താ പറയുക അണ്ടിപ്പരിപ്പും കിസ്മിസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വിതറിക്കണ അതൊക്കെ അവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ള പറഞ്ഞാൽ അവളിങ്ങനെ ഫുഡിലൊന്നും കണ്ടിട്ടില്ല. ലൈക്ക് പുഡിങ്ങിലും കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഫുഡിലൊന്നും ഇങ്ങനെ കാഷ്യൂ അല്ലെങ്കിൽ എന്താ പറയുക റൈസിൻസ് ഒന്നും ഇട്ട് അവൾ കണ്ടിട്ടില്ല. Ready, Ninta? Try that. Okay, guys, I'm having chicken Biryani, yeah. Okay, Chicken biryani, yeah. It smells very good for a fact. So let's see if it meets our expectations. Indian food. I didn't taste it. Let me taste it. It's correct. Yeah, it's okay. But it's You like it? Yeah, I like it. It's really nice. But let's have it with the salad. Salad. Yeah. Okay, so I'm mixing the salad now. Da-da-da-da, da-da-da-da. Drums, please. No worries, I will put the extra. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സോനിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത കാര്യം ഒരാൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യമൊന്നും നമുക്കില്ലല്ലോ. സോ ഷീ എൻജോയ്ഡ് എ ലോട്ട് ആൻഡ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത്ര സ്പൈസ് കഴിക്കാത്ത ആളാണ് എന്നിട്ട് എന്നാലും നല്ല രസം പറഞ്ഞു കേട്ടോ. Come on, tell me, Anita, how is it? Okay. Tell me your honest opinion about Okay, honest opinion about the biryani, the Yeah. chicken biryani. Yeah. Okay, so I really liked it. There was a lot of things in it, lots of variety. Like I could taste a lot of spices and, you know. So I would rate it a 7.5 Okay. over 10. Yeah. I'll rate it 7.5 over 10. I think it's lovely and it's making me feel like I need to come and visit India. Okay. അങ്ങനെ അവള് 7.5 റേറ്റിംഗ് ഒക്കെ തന്നു കേട്ടോ ഞങ്ങൾക്ക്. അത് വലിയ കാര്യം, നമ്മൾ അത്ര വലിയ ട്രഡീഷണൽ ബിരിയാണി മേക്കേഴ്സ് എന്നല്ല എങ്കിൽ പോലും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞാൽ അനിറ്റ പോവാണ്. അനിറ്റ ട്രാമിനാണ് തിരിച്ചു പോണത്. എന്നിട്ട് ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഹാപ്പിയായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര പറഞ്ഞു, ഹഗ് ചെയ്തു. അനിറ്റ പോവാണ്. അങ്ങനെ ഒരു ഖാനിയൻ ഫ്രണ്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കഥയായിരുന്നു ഇന്ന്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.